പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1 EVSുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ 20 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ, ജൂൾ, വാട്ട്, പാസ്കൽ. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ക്ലോറൈഡ്. മണ്ണിന്റെ അമ്ലത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏത്? അസറ്റോബാക്ടർ, ആക്സിറ്റോബാക്ടീരിയ, ക്ലോറോഫ്ലെക്സി, പ്രോബയോട്ടിക്. മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. വയലൻസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? വയലൻസ് ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ. വില്യം ഗൗഡ്, വന്ദന ശിവ, ചാൾസ് എഡ്സൺ, ഡോക്ടർ MS സ്വാമിനാഥൻ. വയലൻസ് ഓഫ് ദ ഗ്രീൻ റവല്യൂഷൻ ആരുടെയാണ്? വന്ദന ശിവയാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. താഴെ പറയുന്നവയിൽ അസ്കോർബിക് ആസിഡ് ഏതാണ്? അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി. സിസ്റ്റിക് ഫൈബ്രോസിസ്, ഹീമോഫീലിയ എന്നിവ ഏത് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്? പാരമ്പര്യ രോഗങ്ങൾ, ഡീജനറേറ്റീവ് രോഗങ്ങൾ, അപര്യാപ്ത രോഗങ്ങൾ. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. സിസ്റ്റിക് ഫൈബ്രോസിസ്, ഹീമോഫീലിയ തുടങ്ങിയവ പാരമ്പര്യ രോഗങ്ങളാണ്. സുവർണ വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം വിലയേറിയ ധാതുക്കൾ, പയറുവർഗ്ഗങ്ങൾ, ചാണം, ഹോർട്ടിക്കൾച്ചറും തേനും. സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചറും തേനുമാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരിത GNPയുടെ കണക്കുകൂട്ടൽ, പരിസ്ഥിതി സംരക്ഷണ, ഹരിതഗൃഹ പ്രഭാവം, ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യമാർന്ന വിത്തുകൾ. ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യമാർന്ന വിത്തുകൾ എന്നതാണ് കറക്റ്റ് ആൻസർ. HYV സീഡ്സ്, ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്. താഴെ പറയുന്നവയിൽ ഏത് ധാതുക്കളുടെ കുറവുള്ള രോഗികളിലാണ് ഗോയിറ്ററും വലുതായ തൈറോയിഡ് ഗ്രന്ഥിയും നിർണയിക്കുന്നത്? അതായത് ഏത് ധാതുവിന്റെ കുറവ് കൊണ്ടാണ് ഗോയിറ്ററൊക്കെ ഉണ്ടാവുന്നത്? ഇരുമ്പ്, അയോഡിൻ, കാൽസ്യം, ഫോസ്ഫറസ്. അയോഡിൻ ആണ്. അയോഡിന്റെ കുറവ് കൊണ്ടാണ് ഗോയിറ്ററൊക്കെ ഉണ്ടാവുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ജലം അണുവിമുക്തമാക്കാൻ സഹായിക്കാത്തത്? ഫിൽട്രേഷൻ, ക്ലോറിൻ ഗുളികകൾ, തിളപ്പിക്കൽ, ആലം. തിളപ്പിച്ചാൽ വെള്ളം അണുവിമുക്തമാവൂലേ? അതുപോലെ ക്ലോറിൻ ഗുളികകളും ആലും ഒക്കെ വെള്ളം ശുചീകരിക്കാൻ ഉപയോഗിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ ആണ് വെള്ളം അണുവിമുക്തമാക്കാൻ സഹായിക്കാത്തത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഭൂമിയുടെ കാമ്പിൽ കാണപ്പെടുന്നത്? കാമ്പ്, ഭൂമിയുടെ ഇന്നർ കോർ, ഔട്ടർ കോറിലെ കോറ്, അത് നിഫയാണ്. മാഗ്നീഷ്യം, അയൺ, സിലിക്ക, അലൂമിനിയം. നിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കലും ഫെറസും ആണ്. അപ്പൊ അതില് കാമ്പിൽ കാണപ്പെടുന്നത് അയൺ ആണ്, അയൺ ഫെറസ്. ഗ്രഹചലന നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ജൊഹാനസ് കെപ്ലർ, ഗലീലിയോ ഗലീലി, കോപ്പർനിക്കസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗ്രഹചലന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ജൊഹാനസ് കെപ്ലർ. കറക്റ്റ് ആൻസർ ജൊഹാനസ് കെപ്ലർ. മണ്ണിലെ ലവണാംശം അളക്കാനുള്ള ഉപകരണം? ഹൈഗ്രോമീറ്റർ, ബാരോമീറ്റർ, കണ്ടക്ടിവിറ്റി മീറ്റർ, തെർമോമീറ്റർ. മണ്ണിലെ ലവണാംശം അളക്കാനുള്ള ഉപകരണം കണ്ടക്ടിവിറ്റി മീറ്റർ.
നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡാണ്. ഗാനിമീഡ് സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ചൊവ്വ, ശനി, വ്യാഴം, നെപ്റ്റ്യൂൺ. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴാണ് കറക്റ്റ് ആൻസർ. ഫലങ്ങൾ കൃത്രിമമായി പാകമാകുന്നതിന് സഹായിക്കുന്ന രാസവസ്തു? കാൽസ്യം കാർബൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഫലങ്ങൾ കൃത്രിമമായി പാകമാകുന്നതിന് സഹായിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. കളിരീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതി? അന്വേഷണ രീതി, മോണ്ടിസോറി രീതി, എഴുത്ത് രീതി, പ്രസംഗ രീതി. കളിരീതിയുമായി ബന്ധപ്പെട്ട ബോധന രീതിയാണ് മോണ്ടിസോറി രീതി. കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ പ്രകൃതി വസ്തുക്കളിൽ നിന്നും നൽകണമെന്ന് പറയുന്നതിന്റെ കാരണം? കളി ഉപകരണങ്ങൾ വില കൂടിയതായതിനാൽ, ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ആയതിനാൽ, ഉപകരണങ്ങൾ സുലഭമായതിനാൽ, നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ. കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ പ്രകൃതി വസ്തുക്കളിൽ നിന്നും നൽകണമെന്ന് പറയുന്നതിന്റെ കാരണം നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാനാണ്. ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ? എത്തിലിൻ, സൈറ്റോകെനിൻസ്, ഫ്ലോറിജൻ, ഗിബുർലിൻ. ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് എത്തിലിൻ. ടാക്സോണമിക് വിഭാഗങ്ങളുടെ ശരിയായ ക്രമം ഏതാണ്? സ്പീഷീസ്, ജനുസ്, ക്രമം, ഫൈലം. സ്പീഷീസ്, ഓർഡർ, ജനുസ്, രാജ്യം. ജനുസ്, സ്പീഷീസ്, ക്രമം, രാജ്യം ഇവയൊന്നുമല്ല. ടാക്സോണമിക് വിഭാഗങ്ങളുടെ ശരിയായ ക്രമമാണ് സ്പീഷീസ്, ജനുസ്, ക്രമം, ഫൈലം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടെ റിവിഷൻ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.